പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ കുടുംബം രംഗത്ത്. മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമെതിരെ നടപടിയെടുക്കണം. പയ്യന്നൂർ BMH ആശുപത്രിക്ക് മുന്നിൽ കുട്ടിയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. നീതി കിട്ടണ്ടേ? ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു മുറി പോലും ഇല്ല. ഇപ്പം നിങ്ങൾ പോയി നോക്കിയാൽ കാണും. ആ കുട്ടിയുടെ താടിക്ക് നോക്കിക്കഴിഞ്ഞാൽ മുറിയില്ല. നിങ്ങളെ ബന്ധു പറഞ്ഞിരുന്ന ഒരു സ്കെച്ച് പേന കൊണ്ട് ഒരു സ്കെച്ച് പേന അത്രയും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നോക്കി ആ കുട്ടിയെ കാണും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊന്നും നടന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ അത് നോക്കി ഞങ്ങൾക്ക് കാണും. ഈ കുട്ടീനെയാണ് ഈ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പെരിയാരം പോകും. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആസ്പത്രിയുടെ അരുവത്ത് പോയിട്ട് പ്രതിഷേധിക്കുക. മറ്റേ ആസ്പത്രിയെ നമ്മളൊന്നും ചെയ്യാനോ പിടിക്കാനോ കാര്യമൊന്നുമില്ല. ഈ ഡോക്ടർക്കും ഈ മാനേജ്മെന്റിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം. ഇനിയൊരു കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവർ. അതേസമയം ചികിത്സാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് കുഞ്ഞിന് വൈദ്യസഹായം നൽകിയത് എന്നാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ അവകാശവാദം. വിവരങ്ങൾ CK വിജയൻ നൽകും. CK വിജയൻ, ഭൗതികദേഹവുമായി പ്രതിഷേധം നടത്തുമെന്നാണല്ലോ കുടുംബം പറഞ്ഞിട്ടുള്ളത്. എന്താണ് വിശദ വിവരങ്ങൾ നിലവിൽ കിട്ടുന്നത്? മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തും. ഇവിടെ ഒരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നാട്ടുകാരെല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുള്ളത്. ജീവന് നീതി, വീഴ്ചയ്ക്ക് നടപടി എന്നീ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ രീതിയിൽ വലിയ ആൾക്കൂട്ടം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ മൃതദേഹവുമായി വന്ന ആംബുലൻസ് ഈ റോഡിൽ വെക്കുകയും അവിടെ നിന്ന് പ്രതിഷേധം നടത്തുകയുമാണ് ചെയ്യുക. പക്ഷേ വളരെ സമാധാനപരമായ എല്ലാ പ്രതിഷേധത്തിന്റെ അതിരുകളൊന്നും വിടാത്ത രീതിയിലുള്ള സമരമായിരിക്കും ഉണ്ടാവുക, പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ചില ധാരണകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു സംസാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവും കൃത്യവിലോപവും നടന്നിട്ടുണ്ടെന്ന കാര്യം അവർക്ക് കൂടി ബോധ്യമുണ്ടെന്നാണ് ആ സംസാരത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയുടെ അനാസ്ഥ കൂടി ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ആശുപത്രി അധികൃതർക്ക് കൂടി നേരെ കേസ് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും മാനേജ്മെന്റ് കൂടി പ്രതിയാകുമെന്നാണ് പോലീസ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. ബാക്കി കാര്യങ്ങൾ അവരുടെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഒരു സമഗ്രമായ അന്വേഷണം സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറുമായി ആ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇടപെട്ടു. ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് അന്വേഷണത്തിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതിന്റെ ഉത്തരവ് ഇപ്പോൾ ഇറക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇതിൽ തെറ്റ് സംഭവിച്ചവർ രക്ഷപ്പെടാൻ പാടില്ല. നാളെ ഒരു ജീവനും ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കാൻ വേണ്ടി പാടില്ല. വിവരങ്ങൾ പങ്കുവച്ചത്. കുഞ്ഞിന്റെ ഭൗതികദേഹവുമായി ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം പരിയാരത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുവരും.